ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളങ്ങനെ ടാറ്റയുടെ പുതിയ സിയറയുടെ കൈൻഡ് ഓഫ് ഒഫീഷ്യൽ അൺവെയിൽ കണ്ടു. ഈ വണ്ടി ഇപ്പോൾ കുറേ കാലമായിട്ട് അൺവെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇനിയും അവർ അൺവെയിൽ നടത്തുകയാണെങ്കിൽ വലിയ കാര്യമില്ലെന്ന് മനസ്സിലായി കാണുമായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രൊമോഷണൽ ആഡ് ഷൂട്ടിലൂടെ തന്നെ അവർ ഈ വാഹനത്തിന് അൺവെയിൽ നടത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് തന്നെ ചില ക്ലിപ്സിലായിട്ട് അവർ EV വണ്ടിയും കാണിക്കുന്നുണ്ട്, അതല്ലാതെ നമ്മുടെ നോർമൽ ഐസ് കൗണ്ടർ പാർട്ടും കാണിക്കുന്നുണ്ട്. ഇന്റേണൽ കമ്പഷൻ എഞ്ചിനുള്ള വണ്ടിയിൽ നമ്മൾ ഇത്രയും കാലം കണ്ടതുപോലെ തന്നെ ഈ ഒരു ബ്ലാക്ക് എലമെൻ്റ് ഫ്രണ്ടിലുണ്ടാവും. ബാക്കി ഡിസൈനൊക്കെ നമ്മളെല്ലാവരും ഇത്രയും കാലം കണ്ടതുപോലെ തന്നെയാണ്. ആകപ്പാടെ അലോയ് വീൽസിന് ഡിസൈനിൽ വരുന്ന ചേഞ്ച്, പിന്നെ ഇൻറ്റീരിയറിൽ ഈ ഒരു 3 സ്ക്രീൻ ലേഔട്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്കറിയാവുന്നത്. ഇതും നമ്മൾ ലീക്കായിട്ട് ഇതിന് മുന്നേ കണ്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങളിപ്പോൾ എൻ്റെ ചാനൽ ഇതിന് മുന്നേ കാണുന്നുണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് അറിയായിരിക്കും. എൻ്റെ ചാനൽ മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ കണ്ടാൽ മതി. എല്ലാവരും നമ്മൾ അപ്ഡേറ്റ്സ് ഒക്കെ വരുന്ന സമയത്ത് ചെയ്യുന്നതാണ്. സോ എന്തായാലും ഈ ഒരു ആഡ് ഫിലിമിൻ്റെ അകത്ത് ഈ വണ്ടി അവർ മൊത്തത്തിൽ കാണിച്ചിട്ടുണ്ട്. ഇത്രയും കാലം ടാറ്റ ഒഫീഷ്യലി, അതായത് ഈ അടുത്ത കാലത്തായിട്ട് കാണിച്ചിരിക്കുന്നതിൽ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് ഈ വാഹനം കാണിച്ചിരിക്കുന്ന ഈ ഒരു ആഡ് ഷൂട്ടിലാണ്. ഏതായാലും നമുക്കിതിനകത്ത് കൺഫേം ആയിരിക്കുന്ന ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ചാൽ, എക്സ്റ്റീരിയറിനകത്ത് 19 ഇഞ്ച് അലോയ് വീൽസ് അതിനകത്ത് ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് നമുക്ക് നേരത്തെ കണ്ടതുപോലത്തെ ഒരു പാറ്റേണിലുള്ള അലോയ്സ് അല്ല, അവർ 2 അലോയ്സ് കാണിച്ചിട്ടുണ്ട്. രണ്ടും നമുക്ക് ഇതിനു മുന്നേ കാണാതിരുന്ന ടൈപ്പിലുള്ള അലോയ്സ് ആണ്. അതായത് അവർ പണ്ടൊരു ടൈപ്പ് സ്റ്റാർ ടൈപ്പ് ഡിസൈൻ എന്തോ ഒരു അലോയ് ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. പക്ഷെ ഇതിനകത്തൊന്നും അതല്ല, നമുക്ക് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു പാറ്റേൺ ആണ്. കാണുമ്പോൾ വണ്ടിയുടെ സൈസിനനുസരിച്ച് കറക്റ്റായിട്ടുള്ളൊരു സൈസായിട്ട് തോന്നുന്നുണ്ട്. ഇതിൻ്റെ ഡിസൈൻ ആണെങ്കിലും ഭയങ്കര ബോക്സി ആണല്ലോ. പിന്നെ അവർ കുറേയൊക്കെ പഴയ ഒരു സിയറയുടെ ഡിസൈനിൽ നിന്ന് ഇൻസ്പിറേഷനൊക്കെ എടുത്തുകൊണ്ടാണ്, അതുപോലെ ആ വണ്ടി കാണിച്ചുകൊണ്ടൊക്കെയാണ് ഇവർ ആഡ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മൊത്തത്തിൽ ഈ ആഡ് കാണാൻ അത്യാവശ്യം രസമുണ്ട്. അത് നമ്മൾ വിത്ത് ഓഡിയോ കേൾക്കുകയാണെങ്കിൽ, എനിക്കിപ്പോൾ ഇതിനകത്ത് ഓഡിയോ ഇടാൻ പറ്റില്ല, കോപ്പിറൈറ്റ് അടിക്കും. പക്ഷേ എനിവേ നല്ലൊരു സംഭവമാണ്. പിന്നെ ഒരു ചെറിയ ക്ലിപ്പിൽ ഇവർ ഇതിൻ്റെ റിയർ സീറ്റ്സും കാണിക്കുന്നുണ്ട്. അതും നമുക്ക് ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണാൻ പറ്റിയിരിക്കുന്നത്. മൊത്തത്തിലുള്ളൊരു കോൺട്രാസ്റ്റ് ആണ്. ഗോൾഡ് ആൻഡ് ഓഫ് വൈറ്റ് ഫിനിഷാണ് വരുന്നത്. അതുപോലെ 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. നടുവിൽ ആംറസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സീറ്റ്സിൻ്റെ ഡിസൈൻ ആണെങ്കിലും നമ്മൾ ഇതുവരെ അങ്ങനെ കണ്ടിരിക്കുന്ന ടാറ്റ വാഹനങ്ങളിൽ നിന്ന്, അതായത് വേറെ ഏതെങ്കിലും ഒരു വണ്ടിയിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടുള്ള പോലത്തെ ഒരു ഡിസൈൻ അല്ല, എല്ലാം വേറെ വേറെ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ വണ്ടിയിൽ പാനറോമിക് സൺറൂഫ് അവർ കൊടുത്തിരിക്കുന്നത് തുറക്കാൻ പറ്റും. സാധാരണ മറ്റേ മൂൺ റൂഫ് പോലത്തെ പരിപാടിയല്ല. ഇപ്പോൾ നമുക്കറിയാം XUV9 ആയിക്കോട്ടെ, അതുപോലെ നമ്മുടെ B6 ആയിക്കോട്ടെ, ഇപ്പോൾ വരുന്ന ഒട്ടുമിക്ക വണ്ടികളെല്ലാം തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് സൺറൂഫാണ് കൊടുക്കാറുള്ളത്. പക്ഷേ ഏതായാലും ടാറ്റയുടെ ഹാരിയർ EV-യിലാണെങ്കിലും ഈ വണ്ടിയിലാണെങ്കിലും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന സൺറൂഫ് തന്നെയാണ്. ആൻഡ് ട്രിപ്പിൾ സ്ക്രീൻ ലേഔട്ട്, അതിനെപ്പറ്റിയൊന്നും ഇനി പറയേണ്ട ഒരു കാര്യമില്ല. ടാറ്റ പിന്നെ ഈ അടുത്ത് കർവിൻ്റെ അകത്ത് ബാക്കിലും കൂടെ വെന്റിലേറ്റഡ് സീറ്റ്സിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തായിരുന്നു. അത് ബെനക്കി ലെതർ സീറ്റ്സ് അപ്പോൾസ്ട്രി, ആ സാധനത്തിൻ്റെ കൂടെ തന്നെ ബാക്കിലും കൂടെ വെന്റിലേഷൻ വന്നപ്പോഴേക്കും അത്യാവശ്യം നല്ല പ്രീമിയമായി കർവ്. ഇതിൻ്റെ അകത്തും ബാക്കിൽ വെന്റിലേഷൻ കൊടുക്കായിരുന്നു, അടിപൊളിയായിരുന്നു. കാരണം ബെൻ സീറ്റാണ്, ക്യാപ്റ്റൻ സീറ്റൊന്നും അല്ല. സാധാരണ ക്യാപ്റ്റൻ സീറ്റിലാണ് ബാക്കിൽ വെന്റിലേഷൻ വരാറുള്ളത്. കർവിലിപ്പം ആ ഒരു സെഗ്മെൻറ്റ് എക്സ്ക്ലൂസീവായിട്ട് ഉള്ളൊരു സംഭവമായിട്ടുണ്ട്. എനിവേ ഇതൊന്നും അല്ലാതെ നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസ് റിലേറ്റഡ് ആയിട്ടും കുറച്ചും കൂടെ അപ്ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട്. മെയിനായിട്ട് പെട്രോൾ എഞ്ചിൻ റിലേറ്റഡ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇതിനകത്ത് 3 എഞ്ചിൻസാണ് വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന് 1.5 ലിറ്റർ ടർബോ പെട്രോളാണ്, പിന്നെ വരുന്നത് 1.5 ലിറ്റർ NA പെട്രോളാണ്. അതിൽ NA പെട്രോളിൻ്റെ അകത്ത് സ്പെക്ക് എന്താണെന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. പക്ഷേ അവർ ബേസിക് വേരിയൻസിലേക്ക് ഒരു NA പെട്രോൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ആക്ച്വലി NA അല്ല, ടർബോ ആണ് അവർ ആദ്യം ഇറക്കിയത്. 2023 ഓട്ടോ എക്സ്പോയിൽ ഇതിൻ്റെ ടർബോ പെട്രോൾ എഞ്ചിൻ അവർ കാണിച്ചതാണ്. ഇതും ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്. 170 PS പവറും 280 Nm ടോർക്കുമാണ് ഈ ഒരു ടർബോ പെട്രോൾ എഞ്ചിൻ ജനറേറ്റ് ചെയ്യുന്നത്. സിയറയിലാണ് ഇത് ആദ്യമായിട്ട് ഡെബ്യൂ ചെയ്യാൻ പോകുന്നത്. ടാറ്റയുടെ ഇപ്പോഴത്തെ നിലവിൽ ഫ്ലാഗ്ഷിപ്പ് സീരീസിൽ വരുന്ന ഒരു ടർബോ പെട്രോൾ എഞ്ചിൻ ആയിരിക്കും ഇത്. ലേറ്റർ സ്റ്റേജിൽ നമുക്ക് ഹാരിയറിലും സഫാരിയിലും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു എഞ്ചിനാണ്. പക്ഷേ NA എഞ്ചിൻ എന്ന് പറയുമ്പോഴേക്കും ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും സ്റ്റാൻഡേർഡായിട്ട് വരുന്ന എഞ്ചിൻസാണ്. നമ്മളിപ്പോൾ ക്രെറ്റ എടുത്താലും ഗ്രാൻഡ് വിറ്റാര, ഹൈറൈഡർ, ഇപ്പോൾ വന്ന വിക്ടോർസ്, സെൽട്ടോസ്, പിന്നെ ആസ്റ്ററിനകത്തുണ്ട്. അങ്ങനെ ഒട്ടുമിക്ക വാഹനങ്ങളിലും 1.5 NA പെട്രോളാണ് ഒരു ബേസ് സ്പെക്കായിട്ട് മിക്ക കമ്പനികളും കൊടുക്കുന്നത്. പിന്നെ ടർബോ പെട്രോൾ ഓഫർ ചെയ്യുന്ന കമ്പനികളുണ്ട്. സിട്രോയിൻ്റെ C3 എയർക്രോസിനകത്ത് ടർബോ പെട്രോളാണ്. പിന്നെ ഫോക്സ്വാഗൻ്റെ ടൈഗണിലും കുഷാക്കിൻ്റെയും ബേസിക് വേരിയൻസിൽ 1 ലിറ്റർ ടർബോ ആണ്. അങ്ങനത്തെ വണ്ടികളുണ്ട്. പക്ഷെ എന്നാലും NA ആണ് കൂടുതലും കൊടുക്കാറുള്ളത്. ടാറ്റയും NA പെട്രോൾ വെച്ച് തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. അല്ലാതെ നെക്സോണിൻ്റെ ടർബോ പെട്രോൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ അവർ ഇതിൻ്റെ അകത്ത് 1.2 ടർബോ കൊടുത്തിട്ടില്ല. സോ അതൊരു നല്ല കാര്യമാണെന്നൊരു പരിധിവരെ പറയാം. അതിൻ്റെ പവർ ഫിഗേഴ്സ് വന്നിട്ടുണ്ട്. 120 PS 140 Nm ടോർക്കുമാണ് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ തന്നെയാണ്.
ടാറ്റയുടെ എൻജിൻ ആയതുകൊണ്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് വണ്ടി വന്നിട്ട് തന്നെ നോക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാരും ഈ ഒരു എൻജിൻ വെച്ചിട്ടുള്ള വണ്ടി തന്നെയായിരിക്കും വാങ്ങാൻ പോകുന്നത്. ഇതിനകത്ത് ഓട്ടോമാറ്റിക് അവർ ഏതാണ് കൊടുക്കാൻ പോകുന്നതെന്നും അറിയില്ല. ആൽട്രോസിൻ്റെ അകത്ത് അവർ 1.2 NAയിൽ DCA കൊടുത്തതുകൊണ്ട് ഈ വണ്ടിയിലും അത് കൊടുത്തുകൂടായിരിക്കുന്നില്ല. 6 സ്പീഡ് DCA ആയിരിക്കും ചിലപ്പോൾ നമുക്ക് 1.5 NAക്കകത്ത് കിട്ടാൻ പോകുന്നത്. 1.5 ടർബോയ്ക്കകത്ത് ഏത് എഞ്ചിൻ ഓപ്ഷനാണ്? 6 സ്പീഡ് മാനുവൽ എന്തായാലും ഉണ്ടാവും. അതിൻ്റെ കൂടെ ഓട്ടോമാറ്റിക് ഏതാണ് കൊടുക്കാൻ പോകുന്നതെന്ന് അറിയില്ല. അതും DCA തന്നെ ആയിരിക്കും. 6 സ്പീഡ് DCA 7 സ്പീഡ് DCA അവരിനി എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയില്ല. ഇപ്പോൾ 6 സ്പീഡ് DCA ആണ് ടാറ്റ കൊടുക്കുന്നത്. ഇനി കൺഫേം ആയിട്ട് അറിയാൻ പറ്റുന്നത് ഈ വാഹനത്തിൻ്റെ ലോഞ്ചാണ്. ഈ വരുന്ന നവംബർ 25-നാണ് ഈ വണ്ടി ഇറങ്ങാൻ പോകുന്നത്. അതിന് മുന്നേ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും കേട്ടോ. പതുക്കെ ആയിട്ട് അവരിങ്ങനെ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഒരു കൺഫ്യൂഷൻ ഉള്ളത് ഇനി ഡീസൽ എഞ്ചിൻ്റെ കാര്യത്തിലാണ്. ചില സോഴ്സസിൽ പറയുന്ന 2 ലിറ്റർ ക്രയോടെക് നമ്മുടെ ഹാരിയറിനകത്തുള്ള ഡീസൽ എഞ്ചിൻ ആയിരിക്കും വരുന്നതെന്ന്. പക്ഷേ ചില സോഴ്സസിൽ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ ആയിരിക്കും വരുന്നതെന്നും പറയുന്നുണ്ട് നെക്സോണിലൊക്കെ ഉള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സെഗ്മെൻറ്റിൽ വരുന്നൊരു വണ്ടിയിൽ അവർക്ക് അത്യാവശ്യം പ്രൈസ് നല്ലൊരു ലെവലിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കർവിനേക്കാൾ ഒരു 2 ലക്ഷം രൂപയ്ക്ക് കൂടുതൽ വരുത്തണം എന്ന് ഉള്ള രീതിയിലാണ് എങ്കിൽ 1.5 ഡീസൽ എഞ്ചിൻ കൊടുക്കുന്നതിനായിരിക്കും നല്ലത്. ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് ടർബോ ഉള്ളതുകൊണ്ടും അത്യാവശ്യം മിഡ് റേഞ്ച് പെർഫോമൻസ് ഉണ്ടാകുന്നുള്ളതും ഇതിൻ്റെ അകത്ത് ഒരു 1.5 കൊടുത്തെന്ന് പറഞ്ഞൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. 2 ലിറ്റർ കൊടുത്താൽ ഓക്കെ, നല്ല പെർഫോമൻസ് കിട്ടും. പക്ഷേ ആ ഒരു എഞ്ചിൻ്റെ ആവശ്യമില്ല ഇതിൽ. കാരണം കൂടുതൽ ആൾക്കാർ എഫിഷ്യൻസി ആയിരിക്കും പ്രൈസ് പോയിന്റിൽ നോക്കുന്നത്. അപ്പോൾ പിന്നെ 1.5 ഡീസലാണ് കുറച്ചും കൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. പക്ഷെ അങ്ങനെയാണ് കർവ് എടുത്താൽ പോരെയെന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നമുക്ക് എന്തായാലും നോക്കാം എന്താണ് ടാറ്റ കൊടുക്കാൻ പോകുന്നതെന്ന്. സ്ട്രാറ്റജിക്കലി പ്രൈസ് ചെയ്യാനാണെങ്കിൽ 1.5 ഡീസൽ തന്നെയാണ് നല്ലത്. എനിവേ നിങ്ങൾക്ക് എന്താണ് ഈ വണ്ടിയെ പറ്റി പറയാനുള്ളതെന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറയാം. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.